നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ മനോഹര കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. ഒരു ഹോളിഡേ എന്ന് പറയുമ്പോൾ നമുക്ക് താമസ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ നിന്നാണ് നമ്മളുടെ ഒരു ഹോളിഡേയുടെ സന്തോഷം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് താമസിച്ചത് ബോൾഗാട്ടിയിലുള്ള ഗ്രാൻഡ് ഹയത്തിലാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ഥലങ്ങളിലാണല്ലോ താമസിക്കുന്നത്. എന്നിരുന്നാലും ഇന്നലെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്ന് താമസിക്കാമെന്ന് വെച്ചു. അതിമനോഹരമായ ഒരു കെട്ടിടം തന്നെയാണിത്. ഇതിപ്പോൾ ഗ്രാൻഡ് ഹയത്തിൻ്റെ ബാൽക്കണി നിൽക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കൊച്ചിയുടെ ഒരു നല്ല വ്യൂ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ വശത്ത് കാണുന്നതെല്ലാം കൊച്ചിയിലെ മറൈൻ ഡ്രൈവാണ്. ഇത് കറങ്ങി നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വല്ലാർപാടം ടെർമിനലിലേക്ക് പോകുന്ന റോഡുകൾ കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഇങ്ങോട്ട് വരാനുള്ള നമുക്കെല്ലാം ട്രാവൽ ചെയ്യാനുള്ള റോഡുകൾ കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടുമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. വൈകുന്നേരം ആകുമ്പോൾ ലൈറ്റൊക്കെ വരെയും രാവിലെ ഇവിടെ നിന്ന് സൂര്യൻ ഉദിച്ചു വരെയും ചെയ്യുന്ന ആ വ്യൂ ഉണ്ടല്ലോ, നമുക്ക് വിശദീകരിക്കുന്നതിനും അപ്പുറമാണ്. കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് ഈ ബോൾഗാട്ടി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ എത്താൻ പറ്റും. ഒന്ന്, നമുക്ക് ആ ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ബോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ കഴിയും. പിന്നെ ഇപ്പോൾ ഈ പാലങ്ങളെല്ലാം ശരിയായതുകൊണ്ട് നമുക്ക് അതൊന്നും ബോട്ടിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നേരെ റോഡിലൂടെ തന്നെ നമുക്കിവിടെ എത്താൻ കഴിയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേമ്പനാട്ട് കായലാണ് ഇവിടെ ഈ കാണുന്നതെല്ലാം ഉണ്ടല്ലോ. എല്ലാം ശരിക്കും തുരുത്തുകളാണ്. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നതിനേക്കാൾ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണുന്നത്. ഈ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ സൈഡും രണ്ട് സൈഡും നമുക്ക് കാണാൻ കഴിയും. പിന്നെ ബോട്ട് റൈഡും ആണ് ഇവിടുത്തെ ഒരു പ്രധാനമായ അട്രാക്ഷൻ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇവിടെ ഈ ബോൾഗാട്ടിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ആൾക്കാർ പറയുന്ന ബോൾഗാട്ടി പാലസാണ്. 1744 ഡച്ച് വ്യാപാരികളാണ് ഈ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതർലൻഡിന് പുറത്ത് ഡച്ചുകാർ പണി കഴിപ്പിച്ച ഏറ്റവും പഴക്കമുള്ള കെട്ടിടം കൂടിയാണ് ഈ ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് 1909 കൊച്ചി രാജാവ് ഈ കൊട്ടാരം ബ്രിട്ടീഷുകാർക്ക് പാട്ടത്തിന് കൊടുത്തു. അതിനുശേഷം അവരുടെ ഔദ്യോഗിക വസതിയായിട്ടാണ് ഈ ബോൾഗാട്ടി പാലസ് അവർ ഉപയോഗിച്ചിരുന്നത്. നമ്മളെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ശേഷം ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരികയും ഇപ്പോൾ ഇത് KTDC ആണ് ഇതിൻ്റെ ഡെയിലി ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് KTDC വഴി ഈ പാലസിൽ ബുക്ക് ചെയ്ത് നമുക്ക് താമസിക്കാവുന്നതുമാണ് ഇവിടെ വരുമ്പോൾ.
ബോൾഗാട്ടി പാലസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം, ഇതിൻ്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ സ്റ്റൈലല്ല, കേരളത്തിൻ്റെ സ്റ്റൈലല്ല. ഇത് ഡച്ചുകാരുടെ 1744 ഡച്ചുകാർ നിർമ്മിച്ച ഈ കൊട്ടാരം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു വ്യത്യസ്തമായ വാസ്തുവിദ്യയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇവിടെ ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പല സിനിമകളിലും കാണുന്ന പല സീനുകളും ഇവിടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൈ ബോസ് എന്ന് പറയുന്ന ദിലീപിൻ്റെ ലേറ്റസ്റ്റ് റെക്കോർഡിംഗ് നടന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ബോൾഗാട്ടിയിൽ വന്നു കഴിഞ്ഞാൽ, ഈ ബോൾഗാട്ടി ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കാറിലും ബോട്ടിലും ഒക്കെ വരാൻ കഴിയുമല്ലോ. വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഒരു ദിവസമല്ല, ഇവിടെ നല്ല ഹോട്ടൽസ് ഉണ്ട്, 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്, ഇപ്പോൾ KTDCയുടെ തന്നെ ഹോട്ടൽസ് ഉണ്ട്, നല്ല ആഹാരം കിട്ടും. ഇതെല്ലാം കഴിച്ച് കുറച്ച് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ബോൾഗാട്ടി ഐലൻഡ്. ഈ ബോൾഗാട്ടി പാലസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ഹാളുകളുണ്ട് ഇതിനകത്ത്. മാത്രമല്ല, നിങ്ങൾക്ക് കാണാവുന്ന പോലെ വളരെ ശക്തമായ തൂണുകളുണ്ട്. പിന്നെ നമുക്ക് ഈ കാണാവുന്ന ഈ വിൻഡോകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഗ്ലാസ് വിൻഡോസ് എല്ലാം തടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. മാത്രമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഓട് പാകിയിരിക്കുകയാണ്. ഇത്രയും വ്യത്യാസമാണ് ഈ ഡച്ച് വാസ്തുവിദ്യയിൽ നമുക്കിന്ന് പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ തൂണുകളെന്ന് പറയുന്നത് ഒരു കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ആഠ്യത്വമുണ്ട് അതിനുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഈ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ബോൾഗാട്ടി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നതും. അതുകൊണ്ട് ഈ ബോൾഗാട്ടി പാലസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുത്തെ ഒരു അനുഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 റൂമുള്ള ഹോട്ടലാണ് ഇവിടെ KTDC റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വലിയ കോൺഫറൻസ് ഹാളുകളുണ്ട്, വലിയ ഇവൻ്റ് നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ KTDCയുടെ ബെസ്റ്റ് മൾട്ടി കുസീൻ റെസ്റ്റോറൻ്റാണ് ഇവിടെ ഉള്ളത്. ആരും ഇതുവരെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല. മാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബോട്ട് റൈഡ് എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. നമുക്ക് ഇവിടെ നിന്ന് ബോട്ട് റൈഡ് എടുക്കാൻ കഴിയും, കുതിര സവാരി ചെയ്യാൻ കഴിയും. വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നമുക്ക് സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെയെല്ലാം ചവിട്ടി തിരിച്ചു വരാൻ പറ്റും. അത് മാത്രവുമല്ല, ഇവിടെ താമസത്തിന് അത്ര വലിയ റേറ്റുമില്ല, KTDCയുടെ ആയതുകൊണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നാൽ മതിയല്ലോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ ഈ കാറ്റ് നമ്മൾ ഇങ്ങനെ തലോടിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. ഇവിടെ ഈ ഏരിയയിൽ നമുക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ആ കാണുന്ന പോലെ സ്പീഡ് ബോട്ടൊക്കെ എടുത്ത് നമുക്ക് പോകാൻ പറ്റും. പെട്ടെന്ന് സ്പീഡ് ബോട്ട് എടുത്ത് ഇങ്ങനെ കറങ്ങി ഒന്ന് പോകണമെന്ന് വെച്ചാൽ പോകാൻ പറ്റും. അവരിങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഗോൾഫ് കളിക്കാൻ പറ്റിയവർക്കാണെങ്കിൽ പണ്ട് കാലം മുതലേ ഇവിടെ ഒരു 9 ഹോളുള്ള ഒരു ഗോൾഫ് കോഴ്സുണ്ട്. അവർ ഇപ്പോഴും അത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഇവിടെ വന്ന് കുറച്ച് ദിവസം താമസിച്ച് ഗോൾഫ് കളിക്കാവുന്നതും കൂടിയാണ്.
ആ കാലത്ത്, അതായത് 1744 അവർ ഈ കായലിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇവിടെ വന്ന് ഇരിക്കാൻ വേണ്ടി അന്നേ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു മണ്ഡപമാണിത്. പക്ഷേ ഈ ഇവിടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മണ്ഡപം ഇല്ലെങ്കിലും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും, ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും നമുക്ക് ഈ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. പാലസിനെ കുറിച്ച് ഒരു മിത്തുണ്ട്, തേൻകുട്ടിച്ചാറ്റ് എന്നാണ് അത് പറയുന്നത്. പല ലേഖനങ്ങളിലും ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് പറയുന്നതെന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിൻ്റെ ഭിത്തികൾക്ക് ചെവിയുണ്ടെന്നും ഈ നമ്മൾ അവിടെ നിന്ന് പറയുന്നതെല്ലാം അതിനകത്ത് തന്നെ കീപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ മിത്ത്. ഇത് പല പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും പരാമർശിച്ച് കണ്ടിട്ടുള്ള ഒരു മിത്ത് കൂടിയാണ്. നമുക്കിവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത്, ഇതൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയാൽ തടിയിലാണ് 1744 ഡച്ചുകാർ ഇത് നിർമ്മിച്ചത്. അപ്പോൾ ഇനിയും ഇതിപ്പോഴും നമ്മളൊരു ഇരുമ്പിൽ പിടിക്കുന്ന ബലത്തിലാണ് ഇരിക്കുന്നത്. ഇതെല്ലാം തടിയാണ്. ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു കൂൾനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. മൊത്തം തടിയാണ്, മുകളിലും താഴെയും. ഇപ്പോൾ മുകളിൽ ഓടാണെങ്കിലും അതിൻ്റെ താഴെയെല്ലാം നല്ല തിക്കായിട്ടുള്ള തേക്കിൻ്റെ തടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പോഴും നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇരുമ്പിൽ പിടിക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. അന്നത്തെ ഇത്രയും വർഷങ്ങൾ, 100-300 വർഷങ്ങൾ ആവുന്നുണ്ടെങ്കിലും ഇത് ഇനിയും എത്രയോ കാലങ്ങൾ നിൽക്കുമെന്നുള്ളത് നമുക്കിത് പിടിച്ചാൽ തന്നെ മനസ്സിലാവും. അതിൻ്റെ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ തേക്കും തടിയിൽ അവർ ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ ബോൾഗാട്ടി പാലസിൻ്റെ ഈ സൈഡിലോട്ട് വന്നപ്പോൾ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്, കൊച്ചി മറൈൻ ഡ്രൈവിൻ്റെ വ്യൂ. നമുക്ക് അവിടെ പോയാലും ഇത് ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവ് കംപ്ലീറ്റ് കാണാം. നമുക്ക് ഈ വാട്ടർ മെട്രോ ആണ് ഈ പോകുന്നത്. അത് റെഗുലറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. വേറൊരു ഫെറി വരുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് വാട്ടർ മെട്രോ. ഈ അടുത്ത സമയത്ത് തുടങ്ങിയായിട്ട് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുകയും ചെയ്തു. അത് ഭയങ്കര സക്സസ്ഫുള്ളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് വെറുതെ പോകുന്ന മാത്രമല്ല, ബസ്സും ഈ വാട്ടർ മെട്രോയും ആയിട്ട് കണക്ടിവിറ്റി ഉണ്ട്. ആ ബസ് കൊണ്ട് അവിടെ വരുന്നു, അത് ഇറക്കുന്നു, ആൾക്കാർ വരുന്നു, അപ്പുറത്ത് പോകുന്നു. ഇതിനൊക്കെ ടൈമിങ്ങും ഉണ്ട്. അത് നോക്കി വന്നു കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ഈ വാട്ടർ മെട്രോയിലൊക്കെ കയറി ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരികയും ചെയ്യാം. ഈ മറൈൻ ഡ്രൈവിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് 1970 ഈ മറൈൻ ഡ്രൈവ് തന്നെ ഉണ്ടാക്കിയത്. ഒരു 50 ഏക്കർ സ്ഥലം, ഒരു 10 വർഷം കൊണ്ടാണ്. 1970 മുതൽ 80 വരെ ഇവിടെയെല്ലാം ഡ്രഡ്ജ് ചെയ്ത് ഇതിൻ്റെ ആഴം കൂട്ടിയപ്പോൾ ആ മണ്ണെടുത്തുണ്ടാക്കിയതാണ് ഈ 50 ഏക്കർ ഉള്ള ഈ മറൈൻ ഡ്രൈവ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറിനകത്തോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ കാറിൽ വന്നു കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവിൻ്റെ ഈ സൈഡിൽ ഇട്ടിട്ട് നമുക്ക് നടന്നു പോകാനേ പറ്റത്തുള്ളൂ. അത് ഒരു നിയമ തടസ്സമാണ്, അങ്ങോട്ട് കാറ് പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ കാർ അവിടെ ഇട്ടിട്ട് നമുക്ക് നടന്ന് മറൈൻ ഡ്രൈവിൻ്റെ അങ്ങേയറ്റം വരെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. ഈ മറൈൻ ഡ്രൈവിന് 2015 ഒഫീഷ്യലായിട്ട് ഇത് ഒരു നാമകരണം ചെയ്തിട്ടുണ്ട്. അതാണ് APJ അബ്ദുൽ കലാം
മാർഗ് എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒഫീഷ്യൽ നെയിം കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഹൈക്കോർട്ട് മുതൽ രാജേന്ദ്ര മൈതാൻ വരെയാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഈ മറൈൻ ഡ്രൈവിൻ്റെ മറൈൻ ഡ്രൈവ് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് നടക്കാനായിട്ട്. ഇതിൻ്റെ പേര് മറൈൻ ഡ്രൈവ് എന്നാണെങ്കിലും നമുക്ക് അവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല, കാൽനടയായിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. മറൈൻ ഡ്രൈവ് എന്നാണ് പേര്, നമുക്ക് നടന്നേ പോകാൻ പറ്റൂ. അപ്പോൾ ഈ ഏകദേശം 3 കിലോമീറ്റർ എന്ന് പറയുന്നത് അത് അവരിപ്പോൾ ശരിക്കും പൈസ സ്പെൻഡ് ചെയ്ത് കാൽനട യാത്രക്കാർക്ക് ശരിക്കും ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങേയറ്റത്ത് നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ പേര് റെയിൻബോ ബ്രിഡ്ജ് എന്നാണ്. അതൊക്കെ ഉണ്ടാക്കി ഏതായാലും മറൈൻ ഡ്രൈവിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു 3 കിലോമീറ്റർ നടത്ത എന്ന് പറയുന്നത് ശരിക്കും ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മറൈൻ ഡ്രൈവ്. നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞാൽ ഈ 3 കിലോമീറ്റർ നടക്കണമല്ലോ. ഈ നടക്കുന്നതിന് ഈവനിങ്ങിൽ വരണം. ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രീറ്റ് കലാകാരന്മാർ സ്ട്രീറ്റിൽ വന്നിട്ട് കലകൾ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ഇത് വൈകുന്നേരങ്ങളിൽ സജീവമാവും. മാത്രവുമല്ല നല്ല ലൈറ്റിംഗ് ഉണ്ടാവും, കഴിക്കാനുള്ള ഫുഡുകളുണ്ടാകും. അപ്പോൾ ഈവനിങ്ങിലാണ് മറൈൻ ഡ്രൈവിൽ നമുക്ക് നടക്കാൻ വരേണ്ടത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് കൊച്ചിയിൽ വരുമ്പോൾ മറൈൻ ഡ്രൈവിലെ ഒരു വാക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം പറയാൻ പറ്റിയത് ഇവിടുത്തെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറഞ്ഞാൽ 1503 പോർച്ചുഗീസുകാർ തടിയിൽ നിർമ്മിച്ച ഒരു ചർച്ചാണ്. അത് 1516 ഇത് പുതുക്കി പണിതു. കല്ലുകൾ വെച്ചിട്ട് കെട്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് ഈ കാണുന്നത്. പിന്നെ നമുക്കെല്ലാം അറിയാം, പോർച്ചുഗീസുകാർ എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്കോഡ ഗാമ കാപ്പാടാണ് വന്നിറങ്ങിയതെന്നും കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം വിപുലീകരിച്ചതെന്നും നമുക്കറിയാം. പക്ഷേ അദ്ദേഹം മരണമടയുന്നത് കൊച്ചിയിൽ ഇവിടെ വെച്ചിട്ടാണ്. അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്ന സ്ഥലവും ഈ ചർച്ചിലാണ്. അടക്കിയതിന് ശേഷം ഒരു 14 വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗീസുകാർ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി ലിസ്ബണിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ചർച്ചിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. അന്നും ഈ വാസ്കോഡ ഗാമയെ അടക്കിയ സ്ഥലം ഇന്നും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാനാണ് ആൾക്കാരെല്ലാം വരുന്നത്. നമ്മുടെ ക്യാമറ അകത്തേക്ക് അവർ അനുവദിക്കാത്തതുകൊണ്ട് അത് നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണെന്ന് പറഞ്ഞല്ലോ. ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫോർട്ട് കൊച്ചിയിലാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കോളനികളുടെ പൈതൃകം പിറന്നത്. മാത്രമല്ല
വാസ്കോ ഗാമ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ അടുത്താണ്. ഫിഷിംഗ് നെറ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ചൈനീസ് ഫിഷിംഗ് നെറ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ ചർച്ചുകൾ, ഇന്ത്യയിലെ തുടക്കകാലത്തുള്ള അവരുടെ യൂറോപ്യൻ ചർച്ചുകളിൽ ആദ്യത്തേതെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. മാത്രമല്ല, ഒരു ചർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആരാധനാലയമാണ്. ഈ ചർച്ചിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടണലുകൾ കൂടിയുണ്ട്. അതായത് എന്തെങ്കിലും ഒരു യുദ്ധമോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ടണലിലൂടെ സീ സൈഡിലേക്ക് എത്താനുള്ള ടണലുകളുണ്ട്. 3 ടണലുകളുണ്ട്. അതിൽ 1 റിയലും 2 ഫേക്കുമാണ്. അപ്പോൾ അവർക്കറിയാം ഏത് ടണലിൽ ഇറങ്ങിയാലാണ് കറക്റ്റ് നമ്മൾ ഈ തീരദേശത്ത് എത്തുന്നതെന്നറിയാം. ഈ കടൽ തീരത്ത് എത്താനായിട്ടുള്ള ഒരു ടണലും കൂടി ഈ ചർച്ചിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഇതൊരു വാർ മെമ്മോറിയലാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട സോൾജേഴ്സിനുള്ള ഒരു മെമ്മോറിയലാണ് ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു ആരാധനാലയം മാത്രവുമല്ല, അന്നത്തെ കാലത്ത് ആൾക്കാരുടെ ജീവിത രീതിയെ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ ചർച്ചിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ചർച്ചിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അന്ന് നമുക്ക് ഇലക്ട്രിക് ഫാനൊന്നുമില്ലല്ലോ. അന്നിപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ വീശുന്ന വിശറി പോലെയുള്ള എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ഒരു വിശറി ടൈപ്പും 2 സൈഡിലും വന്ന് ഈ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഫാനിന് പകരം അന്ന് ചെയ്തിരുന്ന അതേ കാര്യം ഇപ്പോഴും ഇവിടെ പ്രിസർവ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ചർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾക്ക് ഈ ചർച്ചിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് നമ്മൾ കൊച്ചിയുടെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്.